നരേന്ദ്രമോദി ഇനി പ്രതിപക്ഷ നേതാവാകുമോ? അയാളും അത്ഭുതപ്പെടാനില്ല. ഏറ്റവും ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും. കാര്യം പ്രതിപക്ഷ നേതാവാണെങ്കിൽ മാധ്യമങ്ങളെ കാണണം. ഒരു നിമിഷം സാർ, പാർലമെന്റിൽ വരണം. നമ്പർ 1 ചോദ്യം ചോദിക്കണം. 3 എഴുന്നേറ്റ് നിന്ന് പ്രോംപ്റ്റർ ഇല്ലാതെ മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കണം. നരേന്ദ്രമോദി ഇനി പ്രതിപക്ഷ നേതാവാകും പറയുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ അപരന്മാർക്ക് 2325 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന കുത്തിത്തിരിപ്പ് വാർത്തയുമായി നമ്മുടെ പ്രതിനിധി രംഗത്തെത്തിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ അപരന്മാർക്ക് 2325 വാർത്ത അല്ലേ? 4317 അപ്പുറത്ത് കിടക്കും. പിന്നെ 2000 അത് കാര്യമില്ല. 4317 വോട്ടുകൾക്ക് ഇപ്പോൾ ആറ്റിങ്ങലിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു വി ജോയ്. ആറ്റിങ്ങലിൽ വി ജോയ് ലീഡ് ഉയർത്തിയിരിക്കുന്നു 4317 വോട്ടുകൾക്ക്. ഞാനിനി ആറ്റിങ്ങലേ പറയൂ, ഉറപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലിൽ 4317 വോട്ടുകൾക്ക് വി ജോയ് മുന്നിലാണ്. അടൂർ പ്രകാശിന്റെ അപരന്മാർക്ക് 2325 വോട്ട് കിട്ടിയപ്പോഴും വോട്ടുകൾക്ക് ഇപ്പോൾ വി ജോയ് മുന്നിൽ നിൽക്കുകയാണ്. നോക്കൂ, വി ജോയ് ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാ 17-2-1 എന്നുള്ളതാണ്. സുരേഷ് ഗോപി ആധികാരികമായ വിജയം നേടിയിരിക്കുന്നു തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. സുരേഷ് ഗോപിയോട് ഒരുപക്ഷെ നമ്മളൊക്കെ പല തരത്തിൽ കലഹിച്ചിട്ടുണ്ടാകാം. എന്താ നോക്കൂ, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നു സുരേഷ് ഗോപിയും ഇന്ത്യ മുന്നണിയും. അങ്ങനെ പറയുകയത് പകരം രാഹുൽ ഗാന്ധി അല്ലേ? രാഹുൽ ഗാന്ധി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി തീർച്ചയായും നമുക്ക് അങ്ങനെ പറയണം. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണ് സുരേഷ് ഗോപിയെ തുണച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ BJP വന്നിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്, അല്ലാതെ ജയിക്കാൻ കഴിയില്ലല്ലോ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് 1 ലക്ഷം കടന്നു. 1,635,000 മാറിയിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച ഇൻഡോറിൽ നോട്ട നേടിയത് 2 ലക്ഷം വോട്ടുകൾ. അതായത് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനായിരുന്നു കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നത്. ആറ്റിങ്ങലിൽ കണ്ണുവിടരുത്, ലീഡ് മാറുന്നുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അത് അല്പം പിന്നിലാണ്. പക്ഷേ ഇപ്പോഴും ജോയ് തന്നെയാണ് ആറ്റിങ്ങൽ നിൽക്കുന്നത്. 4000 പെട്ടെന്ന് മാറുമോ? എനിക്ക് സംശയം. മാറാൻ സാധ്യതയുണ്ട്. കാര്യം ഒരൊറ്റ എണ്ണുമ്പോഴേക്ക് പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ കണക്കുകൾ വരുന്നത് പ്രകാരം നിലവിൽ ജോയും അടൂർ പ്രകാശും തമ്മിലുള്ള മത്സരം ഇഞ്ചോടിഞ്ച്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ 1257 അടൂർ പ്രകാശ് വീണ്ടും 1257 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അനുനിമിഷം മാറിമറിയുന്ന ലീഡ് നിലയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അവസാന റൗണ്ടുകൾ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ അരുൺ. എന്ത് സംഭവിക്കാം? പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, വി ജോയ്ക്ക് സംഘടനാ തലത്തിൽ